ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ വരാഹിയെ പറ്റി പറയുന്നത് കേട്ടോണ്ട് എല്ലാവരും ചാടി കയറി പറഞ്ഞാൽ നാളെ മുതൽ വരാഹി നമാന്നും പറഞ്ഞു ഇരുന്ന് ജപിക്കുക. അതല്ല വേണ്ട. വരാഹി ദേവിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വരാഹി ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയായിട്ടുള്ള ദേവതയാണ് വാരാഹി എന്ന് പറയുന്നത്. വാരാഹി ഭഗവതിക്ക് വാരാഹ സങ്കല്പത്തിലുള്ള ഒരു സൈന്യ വ്യൂഹമുണ്ട്. വാരാഹിയെ ഉപാസിച്ചാൽ ധനം ലഭിക്കും. അതെന്ന് വെച്ചാൽ ഈ മൂലാധാര ചക്രം ഉണ്ടല്ലോ, മൂലാധാര ചക്രത്തിന് ധനവുമായിട്ട് ബന്ധമുണ്ട്. ഈ വാരാഹി ഉപാസന ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുണ്ടലിനി ശക്തിയെ ഈ പന്നി മണ്ണ് കുത്തി ഇളക്കുന്നത് പോലെ വന്ന് മൂലാധാരത്തിൽ കുത്തി ഇളക്കി കുണ്ടലിനിയെ മുകളിലേക്ക് പായിക്കുക, മുകളിലേക്ക് വിടുക. അപ്പോൾ സാധനാ പന്ഥാവിൽ പോകുന്ന ആളുകൾക്ക് വാരാഹി എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്തൊരു ദേവതയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പവൻ കല്യാൺ, അദ്ദേഹം ഒരു ഉറച്ച മികച്ച വാരാഹി ഭക്തനാണ്. ക്ഷിപ്രമായിട്ടുള്ള പ്രസാദം കിട്ടും. നമുക്ക് കൃത്യമായിട്ടുള്ള ഉപദേശത്തിൽ പോകണം. മഹാവാരാഹിയായിട്ട് 8 കൈകളോട് കൂടി 64 കൈകളോട് കൂടി വരെ ഉണ്ട്. 64 കൈകളോ? 64 കൈകളിലും 64 ആയുധങ്ങളുണ്ട്. വാരാഹി ഉപാസന ചെയ്യാൻ പാടില്ലാത്തതായിട്ട് പ്രത്യേകിച്ച് വാരാഹി ഉപാസനയ്ക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപകാലയളവിൽ വ്രതനിഷ്ഠ തെറ്റിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ വ്രതത്തിൽ ഞാൻ മുഴുവൻ പറയുന്നില്ല. നമസ്തേ രാജേഷ് ജി. കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതലായി ഇപ്പോൾ വാരാഹി ഉപാസനയിലേക്ക്, വാരാഹി ദേവിയെക്കുറിച്ച് അറിയാനും ഒക്കെ ആയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വാരാഹി ദേവിയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? എന്താണ് വാരാഹി? വാരാഹി ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയായിട്ടുള്ള ദേവതയാണ് വാരാഹി എന്ന് പറയുന്നത്. വാരാഹി ഭഗവതിക്ക് വാരാഹ സങ്കല്പത്തിലുള്ള ഒരു സൈന്യ വ്യൂഹമുണ്ട്, പ്രത്യേകമായിട്ടുണ്ട്. തിരുവിതാംകൂർ നായർപ്പട എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രത്യേക വാരാഹി സങ്കല്പത്തിലുള്ള സൈന്യ വ്യൂഹം തന്നെയുള്ള ഒരു വലിയ ഒരു സൈന്യാധിപയാണ് വാരാഹിയായിട്ട് സങ്കല്പിക്കുന്നത്. ഇതാണ് ഈ നമ്മൾ പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ, മൂലാധാര ചക്രം മുതൽ താഴേക്കുള്ള അധോ മൂലാധാര ചക്രത്തിൻ്റെ ദേവതയാണ്. അവിടുന്ന് താഴേക്കുള്ള ലോകങ്ങളുടെയും കൂടി ദേവതയാണ് വാരാഹി. നമ്മൾ ചക്രങ്ങൾ തുടങ്ങുന്നത് മൂലാധാര ചക്രത്തിലല്ലേ? മൂലാധാരത്തിന് താഴെ അധോ മൂലാധാരം എന്നും സഹസ്രാരത്തിന് ഉപരി സഹസ്രാരം എന്നും 2 അപ്രമേയ ആധാരങ്ങളെയും കൂടി പരിഗണിക്കാറുണ്ട്. അതിൽ അധോ മൂലാധാര ചക്രത്തിൻ്റെയും കൂടി ദേവതയാണ് വാരാഹി. അതിന് താഴേക്ക് ഈ നാഗലോകങ്ങൾ, മറ്റ് പൈശാച ലോകങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ വാരാഹി ഉപാസന ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കുണ്ടലിനി ശക്തിയെ ഈ പന്നി മണ്ണ് കുത്തി ഇളക്കുന്നത് പോലെ വന്ന് മൂലാധാരത്തിൽ കുത്തി ഇളക്കി കുണ്ടലിനിയെ മുകളിലേക്ക് പായിക്കുക, മുകളിലേക്ക് വിടുക. അപ്പോൾ സാധനാ പന്ഥാവിൽ പോകുന്ന ആളുകൾക്ക് വാരാഹി എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്തൊരു ദേവതയാണ്. അങ്ങനെയാണ് ഈ വാരാഹിയുടെ സങ്കല്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിൽ കലപ്പയും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ കയ്യിൽ കലപ്പ എന്ന് പറയുമ്പോൾ വാരാഹിയുടെ ഐക്കണോഗ്രഫി രൂപം അതെങ്ങനെയായിരിക്കും വരിക? ഈ പൊതുവെ രക്താംഭോരുവ കർണികോപരികത എന്നുള്ള ഒരു ധ്യാനമാണ് സാധാരണ എല്ലാവരും എടുക്കാറുള്ളത്. ധ്യാനം ഒന്ന് ചൊല്ലാമോ? രക്താംഭോരുഹ കർണികോപരികതേ ശവാസനേ സംസ്ഥിത മുണ്ടസ്രക് പരിരാജമാന ഹൃദയ നീലാശ്മ സദ്രോജിഷാം ഹസ്താബ്ജേർ മുസലഹലഭയവരാൻ സംബിഭ്രതിം സൽക്കുജാം വാർത്താളിം അരുണാംബരാം ത്രിനയനാം വന്ദേ വരാഹാനന. ഇതാണ് വാർത്താളിയുടെ സാമാന്യൻ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ധ്യാനം. അപ്പോൾ അതിൽ പാഠഭേദങ്ങളുണ്ട് കേട്ടോ. ചെറിയ ഞാൻ ചൊല്ലിയതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ മാറിയൊക്കെ പാഠഭേദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും പഠിച്ചത് ഞാൻ ചൊല്ലിയതുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ഇതും തെറ്റാണെന്നും വിചാരിക്കേണ്ട. രണ്ടും ശരിയാണ്, 2 രീതിയിൽ വരാറുണ്ട്. ഇപ്പം പറഞ്ഞതനുസരിച്ച് 4 കൈകളാണ് വരുന്നത്. അതെ. മുസലം ഹലം. അതാ മുസലം ഹലം അഭയം വരദം. അതാണ് സാമാന്യനുള്ള സങ്കല്പം. പിന്നെ അതല്ലാതെ മഹാവാരാഹിയായിട്ട് 8 കൈകളോട് കൂടി 64 കൈകളോട് കൂടി വരെ ഉണ്ട്. 64 കൈകളോട്? 64 കൈകളിലും 64 ആയുധങ്ങളുണ്ട്. ശംഖം ചക്രം മുതൽ തുടങ്ങി താഴെ വരദാഭയം വരെയുള്ള എല്ലാ സാധനങ്ങളും, നമ്മൾ ഭദ്രകാളിക്ക് എടുക്കുന്നത് പോലെയുള്ള എല്ലാ ആയുധങ്ങളും വാരാഹിക്ക് വരാറുണ്ട്. അങ്ങനെ മഹാവാരാഹി സങ്കല്പമുണ്ട്. മഹാവാരാഹി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ത്രിപുരസുന്ദരി അതന്നെ ആയി. ആ സങ്കല്പത്തിലും എടുക്കാറുണ്ട്. നോക്കൂ, ഇത് ഈ ദേവി ഉപാസനയിൽ ചില ഘട്ടങ്ങളാണ്. നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് ദേവതയെ വെളിവാകുന്നത് ഓരോ അവസ്ഥയിലാണ്. അത്തരത്തിൽ നമുക്ക് വെളിവാവേണ്ട ഒരു സമയത്താണ് ഈ വാരാഹിയെ ഉപദേശിക്കുന്നത്. അപ്പം ആ സമയത്ത് ഇങ്ങനെയാണ് ദേവിയെ കാണേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരി. അതായത് ശ്രീവിദ്യോപാസനയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ. അതെ.
അപ്പം അതിൽ നമ്മളൊരു പ്രത്യേക ഘട്ടത്തിൽ ദേവി ഇപ്പം ബാല എന്ന് കാണുന്നത് പോലെ വരാഹിയായി കാണേണ്ട അവസ്ഥയിലാണ്. അവസ്ഥയുണ്ട്. ആ സമയത്ത് ഇത് കാണണം. അതിന് കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് കാരണം എന്താ വെച്ചാൽ ദണ്ഡനാഥ കൂടിയാണ്. ഇപ്പോൾ സാധനാ പന്താവിൽ കൂടെ പോകുന്ന ഒരാൾക്ക് സാധനയിൽ നിന്ന് വ്യതിചലിച്ചാൽ അപ്പോൾ അയാളെ അടിച്ച് നേരെയാക്കുക. ചെറിയ തോതിലുള്ള ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തു. നമുക്കത് വലുതായിരിക്കും, ദേവിക്കത് ചെറുതായിരിക്കും. കിട്ടുമ്പോൾ നമുക്ക് നന്നായിരിക്കും. മറ്റേ ഇത് പറയില്ലേ, കേരളവും ബ്രസീലുമായിട്ട് ഫുട്ബോൾ കളിച്ചാൽ അവർക്ക് കളി, നമുക്ക് വലിയ കാര്യം എന്ന് പറഞ്ഞ പോലെയാണ്. അവർ ചെറിയൊരു അടി തരുന്ന, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നന്നായിട്ട് കിട്ടും. ശരി. അപ്പോൾ അതിനൊക്കെ തന്നിരിക്കുന്ന ആളാണ് പുള്ളിക്കാരി. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഈ താറാവിൻ്റെ കൂട്ടത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു വടി കൊണ്ട് ഇങ്ങനെ തട്ടി നേരെയാക്കി കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ദേവി എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും മറികടന്ന് വരും. നമ്മളുടെ എല്ലാ സാധനയിലുള്ള എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ദേവി നമ്മളെ ആ വഴിയിൽ, സാധനയുടെ വഴിയിലേക്ക് കൊണ്ടുപോകും. അതാണ് വാരാഹി എന്ന് പറയുന്നത്. ചെറിയ ഒരു മൂലമന്ത്രമുണ്ട്, ഹൈം വാരാഹി എന്നമാണ് ഒരു ചെറിയ മൂലമന്ത്രം. ലഘുവാരാഹി സങ്കല്പത്തിലുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിൽ സപ്തമാതൃക്കളിൽ വാരാഹി ഉണ്ട്. അവിടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് വാരാഹി. അത് ചെറിയ വാരാഹി സങ്കല്പമാണ്, മഹാവാരാഹി അല്ല. ഇപ്പം ഈ ലളിതാ ത്രിപുരസുന്ദരിയുടെ എന്താ പറയുക, ദണ്ഡനാഥയാണ്, സൈന്യാധിപയാണ് എന്ന് പറയുന്നത്. അതായത് ഈ ദേവീ മഹാത്മ്യത്തിൽ പറയുന്ന ഭണ്ഡ അസുരനെ വധിക്കാൻ വേണ്ടി പോകുന്ന സമയത്തെ ആണല്ലോ ഈ പറയുന്ന പോലെ രണ്ട് വശത്തും രണ്ട് ദണ്ഡനാഥയും അല്ലെങ്കിൽ മന്ത്രിണിയും ഒക്കെ നിന്നിട്ട് യുദ്ധത്തിനായി പോകുന്നു എന്ന് പറയുന്നത് ഉള്ളത്. അപ്പോൾ ഈ പന്നിയുടെ സൈന്യം അല്ലെങ്കിൽ വരാഹത്തിൻ്റെ സൈന്യം അതിനെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അല്ല, ഈ എന്താണ് അവരുടെ സങ്കല്പം നമുക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഈ അധോമൂലാധാര ശക്തികളുമായിട്ട് പൊരുതണമെങ്കിൽ അതത് സ്വഭാവത്തിലുള്ള ആളുകൾ തന്നെ വേണ്ടേ അവിടെ. അതുകൊണ്ടാണല്ലേ ഇത്രയും വിചിത്രമായ സൈനിക വ്യൂഹം ഉള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ആ രീതിയിലുള്ളവർ. നമ്മൾ ഈ എവിടെയാണ് ഇരിക്കുന്നത് ഈ അസുരന്മാരും ഈ പൈശാചവർഗ്ഗങ്ങളും ഒക്കെ? അവനവൻ്റെ സാധകൻ്റെ ചിത്തമാണ്. അതെ. ഈ ചിത്തത്തിലുള്ള മലിനമായ വിചാരവികാരങ്ങളെയാണ് ഇത്തരത്തിൽ അമർച്ച ചെയ്യുന്നത് ദേവി. ഈ മനോമാലിന്യങ്ങളെ ഉച്ചാരണം ചെയ്യുക എന്നുള്ളത് അതാണ്. അത് തന്നെയാണ് സങ്കല്പം. ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വാരാഹിക്ക്. വാരാഹി ഉപാസന കൂടാതെ ശ്രീവിദ്യ ഉപാസന ചെയ്യാൻ പറ്റില്ല. വാരാഹി പ്രത്യേകമായിട്ട് വാരാഹിക്ക് കൽപ്പം തന്നെയുണ്ട്. വാരാഹി കൽപ്പം എന്ന് കേട്ടിട്ടുണ്ട്. വാരാഹിയെ അതായത് നമ്മൾ ലളിതാ ത്രിപുരസുന്ദരിയെ കണക്കാക്കുന്ന സ്ഥാനത്ത് വാരാഹിയെ കണക്കാക്കിക്കൊണ്ടുള്ള പദ്ധതിയുണ്ട്. തെലുങ്ക് തമിഴ് പ്രദേശങ്ങളിൽ വാരാഹി ഉപാസന വളരെ കൂടുതലാണ്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പവൻ കല്യാൺ, അദ്ദേഹം ഒരു ഉറച്ച മികച്ച വാരാഹി ഭക്തനാണ്. അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഉടൻ തന്നെ ഒരു വാരാഹി വ്രതം, ഒരു ആഴ്ച അദ്ദേഹം ഭക്ഷണം ഒരു നേരം മാത്രം കഴിച്ചിട്ട് പ്രത്യേക രീതിയിലുള്ള വാരാഹി വ്രതമൊക്കെ എടുത്തിരുന്നു. വളരെ ക്ഷിപ്രമായിട്ടുള്ള പ്രസാദം കിട്ടുന്നതാണെന്നാണ് പലരും പറയുന്നത്. ക്ഷിപ്രമായിട്ടുള്ള പ്രസാദം കിട്ടും, നമുക്ക് കൃത്യമായിട്ടുള്ള ഉപദേശത്തിൽ പോകണം. ഒരു ദിവസം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ വാരാഹിയെ പറ്റി പറയുന്നത് കേട്ടോണ്ട് എല്ലാവരും ചാടി കയറി പറഞ്ഞേ നാളെ മുതൽ വരാഹി എന്നമാന്നും പറഞ്ഞ് ഇരുന്ന് ജപിക്കുക. അതല്ല വേണ്ടേ. ഈ വരാഹിയെ നമ്മൾ ഭജിക്കണമെങ്കിൽ അതിന് മുമ്പുള്ള പ്രാരംഭ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യണം. പിന്നെ ഈ ഒരു പന്താവിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉപാസനയ്ക്ക് യോഗ്യനായിട്ട് മാറുമ്പോൾ കൃത്യമായ ഒരു മന്ത്രത്തെ സ്വീകരിച്ച് ഒരു സ്ഥലത്തുനിന്ന് മന്ത്രദീക്ഷ വാങ്ങി ജപിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും വേണം. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വരാഹിക്ക് പറഞ്ഞിരിക്കുന്ന തർപ്പണങ്ങളും ജപവും മന്ത്രവും ഹോമവും പുരസ്സരണയും കാലുകഴിച്ചൂട്ടും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഒരുപാട് കാര്യങ്ങളുണ്ട്. വാരാഹി ഉപാസന ചെയ്യാൻ പാടില്ലാത്തതായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? വാരാഹി ഉപാസനയ്ക്ക് പറ്റാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപകാലയളവിലുള്ള കുറേ കാര്യങ്ങൾ. ജപകാലയളവിൽ വ്രതനിഷ്ഠ തെറ്റിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ വ്രതത്തിൽ ഞാൻ മുഴുവൻ പറയുന്നില്ല, കാരണം ഇനി അത് പറഞ്ഞ് ഇനി അതുകൂടെ തുടങ്ങും പെട്ടെന്നേ. കാരണം ഇപ്പം എല്ലാവരും കേൾക്കുന്നത് യൂട്യൂബിൽ കാണാം, വജ്രഘോഷ വാരാഹിയെ ഹുംഫട്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇരുന്ന് ജപിക്കുന്നതൊക്കെ ഒരുപാട് പേര് എനിക്ക് ചോദിക്കുകയും അയച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിതുവരെ അങ്ങനെ ഒരു മന്ത്രം കണ്ടിട്ടില്ല. ഇതിൽ വജ്രഘോഷം എന്നും പറഞ്ഞാൽ കുറേ പേര് അയക്കുന്നു, ചിലർ അയക്കുന്ന വജ്രകോശം എന്നും പറഞ്ഞാൽ. ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ച് കുറേ പേര് വായിക്കുന്നുണ്ട്. ഇതിപ്പോൾ ശരി ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു സംവിധാനം എവിടെയെങ്കിലും കാണണ്ടേ. ഈ ഭണ്ഡാസുരമായിട്ടുള്ള യുദ്ധത്തിന് പോകുമ്പോൾ വാരാഹിയുടെ വാഹനത്തിൻ്റെ പേര്, അതായത് സിംഹം, അതിൻ്റെ പേരാണ് വജ്രഘോഷം. ആണ്. പക്ഷെ ആ മന്ത്രം എവിടെയെങ്കിലും കാണണ്ടേ. ഈ പറഞ്ഞ വജ്രഘോഷം എന്നോ പറയപ്പെടുന്ന മന്ത്രത്തെ എവിടെയെങ്കിലും ഒന്ന് കാണണ്ടേ. ശരിയോ തെറ്റോ പറയണമെങ്കിൽ അതിനൊരു പ്രമാണം കാണണ്ടേ.
അല്ലെ ഒരു ഉപദേശം കിട്ടണ്ടേ. അപ്പോൾ ഓൺലൈനിൽ വജ്രഘോഷക്കാരുടെ ബഹളമാണ്. എനിക്കറിയില്ല അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. കാരണം ഇവർ അറിഞ്ഞോ അറിയാണ്ടയോ ഇവർ അവിടെ പ്രോബ് ചെയ്യുന്നത് അധോ മൂലാധാര ലോകങ്ങളെയാണ്. അത് അവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്താൽ ഇതിലൂടെ അങ്ങോട്ട് പോവുകയും ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുകയും ചെയ്യാം. അതെ അതെ, വാതിൽ തുറന്നിട്ടാൽ അകത്തോട്ടും പുറത്തോട്ടും പോകും. ആ, അപ്പോൾ അതിന് കൃത്യമായ പദ്ധതി കയ്യിലില്ലെങ്കിൽ അപകടത്തിൽ കലാശിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം സ്വപ്നവാരാഹി എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ ആസ്ട്രൽ പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. ആസ്ട്രൽ പ്ലെയിനിലാണ് നമ്മൾ വൃത്തിയായ പറയപ്പെടുന്ന രീതിയിലുള്ള വ്രതനിഷ്ഠയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറങ്ങുമ്പോഴാണ് അത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. ശരി ശരി ശരി. അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു, മുഴുവനല്ല പറഞ്ഞു. അപ്പം ഈ ആസ്ട്രൽ പ്ലെയിനിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ സൂക്ഷ്മ ലോകങ്ങളിലേക്ക് നിങ്ങളുടെ ശരീരം അവിടെ ഇട്ടിട്ട് നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ സ്വപ്നവാരാഹിയുടെ അനുഗ്രഹം വേണം. വാരാഹിക്ക് നേദ്യമായിട്ട് കൊടുക്കുന്ന സാധാരണഗതിയിൽ നേദ്യമായിട്ട് കൊടുക്കുന്ന മണ്ണിന് താഴെ വരുന്ന കൂർക്ക, മധുരക്കിഴങ്ങ്, ചീനി, അങ്ങനെയുള്ള മണ്ണിന് കപ്പലണ്ടി, മണ്ണിന് താഴെ വളരുന്ന വസ്തുക്കളാണ് ധാന്യങ്ങളായാലും കിഴങ്ങ് വർഗ്ഗങ്ങളായാലും ഒക്കെ ആയിട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അധോ മൂലാധാര ലോകം എന്നുള്ള സങ്കല്പത്തിൽ ഭൂമിക്കടിയിലേക്ക്. ഭൂമിയെ നമ്മൾ പൊതുവേ ഒരു പ്ലെയിനായിട്ടും 0 ആയിട്ടല്ല കണക്കാക്കുന്നത്. അതിന് താഴേക്ക് ലോകങ്ങളും മുകളിലേക്ക് ലോകങ്ങളും എന്നാണ്. അപ്പോൾ താഴേക്കുള്ള ലോകങ്ങൾ എന്നുള്ള സങ്കല്പത്തിലാണ് അടിയിലേക്ക് പോകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെ. മഞ്ഞളാണ് പ്രധാനം. അതെ, ഞാൻ അതിലേക്കായിരുന്നു വന്നത്. എന്തുകൊണ്ട് ഈ മഞ്ഞൾ മാലയൊക്കെ ചാർത്തുന്നുണ്ട്? കാരണം ഇതാണ്. അത് മഞ്ഞളിന് ഈ നാഗരാജാവിനും നാഗേക്ഷിക്കുമുള്ളതുപോലെ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. നാഗരാജാവിനും നാഗേക്ഷിക്കും സിഗ്നിഫിക്കൻസ് വരാനും കാരണം അവർ താഴേക്കുള്ള ലോകങ്ങളാണ്. നാഗലോകം എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ലോകങ്ങളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഈ മഞ്ഞൾ ഒരു കിഴങ്ങ് വർഗ്ഗം ആയതുകൊണ്ടും മഞ്ഞൾ ദേവീപാസനയ്ക്കുള്ള ഉത്തമ ഒരു മാധ്യമമായതുകൊണ്ടും അവിടെ വാരാഹിക്ക് മഞ്ഞ വസ്തുക്കളെ മഞ്ഞളിനെയും കൽപ്പിച്ചിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മഞ്ഞൾ കൊണ്ടുള്ള നേദ്യം, ഇതൊക്കെ മഞ്ഞൾ കൊണ്ടുള്ള മാല, അതുപോലെ ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ ഇത്യാദി വസ്തുക്കൾ ചുട്ടെടുക്കുക. സാധാരണ കനലിൽ ചുട്ടാണ് എടുക്കേണ്ടത്. ചുട്ടാണ് നല്ലത്. അല്ലല്ല, ചുട്ട് തന്നെയാണ് നല്ലത്. പിന്നെ പുഴുങ്ങി എടുക്കാം. ഈ കടലയോ പയറോ ഒക്കെ ചേർത്ത് പുഴുങ്ങി നിവേദ്യം ഉണ്ടാക്കാറുണ്ട്. കുരുമുളകും കല്ലുപ്പും ഒക്കെ ചേർത്ത് നേദ്യം ഉണ്ടാക്കി എടുക്കാറുണ്ട്. കല്ലുപ്പാണ് സാധാരണ ഉപയോഗിക്കല്ലേ? എല്ലാത്തിനും പൊതുവെ കല്ലുപ്പാണ് പതിവ്. ഉപ്പിടേണ്ടടുത്ത് കല്ലുപ്പാണ് പതിവ്. അതിന് അറിയാലോ, കല്ലുപ്പിനാണ് ഔഷധഗുണം കൂടുതൽ, മറ്റേതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിനകത്താണ്. ഓൺലൈനിൽ ധാരാളമായിട്ട് വാരാഹി ഉപാസിക്കാൻ നിർദ്ദേശിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ധനലാഭത്തിന് വേണ്ടിയിട്ട് വാരാഹി ഉപാസിക്കും. ഈ വാരാഹിയെ ഉപാസിച്ചാൽ ധനം ലഭിക്കും. അതെന്ന് വെച്ചാൽ ഈ മൂലാധാര ചക്രം ഉണ്ടല്ലോ, മൂലാധാര ചക്രത്തിന് ധനവുമായിട്ട് ബന്ധമുണ്ട്. അതിന് താഴേക്കുള്ളതിനും ധനവുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് ഇവർ പറയുന്നത് ധനലാഭത്തിന് വേണ്ടി വാർത്താളിയെ ഉപാസിക്കൂ എന്ന് പറയും. ഗണപതി ഉപാസിച്ചാലും മതി. അതായത് മൂലാധാര ചക്രത്തിന് ഇൻവോക്ക് ചെയ്താൽ അതോ മൂലാധാരങ്ങൾ, അപ്പോൾ ഈ ധനലബ്ധിയുടെ മാർഗങ്ങൾ തെളിഞ്ഞു. മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാം കിട്ടും. മെറ്റീരിയൽ മറ്റേതെന്ന് വെച്ചാൽ ഭൗതികമായ എല്ലാ വസ്തുക്കളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അനാഹതചക്രത്തിന് മുകളിലേക്ക് എല്ലാം ആത്മീയമായ പുരോഗതി ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് താഴേക്ക് വരുമ്പോൾ എല്ലാം ഭൗതിക ലാഭമാണ്. പഞ്ചമി എന്ന് പറയുന്ന തിഥി വാരാഹിയുടെ ഉപാസനയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം എന്തോ പഞ്ചമിയുടെ പ്രത്യേകത വാരാഹി ഉപാസനയിൽ? അന്നത്തെ സോമൻ്റെ കല തന്നെ വാരാഹിയാണ്. സോമൻ്റെ കലയുടെ സാക്ഷാൽ സ്വരൂപം വാരാഹിയുടെ കലയാണ്, വാരാഹി സങ്കല്പമാണ്. അതുകൊണ്ടാണ് അവിടെ വാരാഹിയെ ഉപാസിക്കാനായിട്ട് പഞ്ചമി തിഥി എടുക്കാറുള്ളത്. പാതിരാ പഞ്ചമി എന്നൊരു പേര് തന്നെയുണ്ട്. ഈ ബാല വിഷചികിത്സ, കുട്ടികൾക്കുണ്ടാവുന്ന ചികിത്സ, ബാലചികിത്സ, അവർക്കുണ്ടാവുന്ന വിഷം തീണ്ടിയ, പ്രത്യേകിച്ചും സർപ്പവിഷം പോലെയുള്ളതൊക്കെ തീണ്ടി വരുന്ന പോലെയുള്ള ചികിത്സകൾ, മാനസിക പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തന്നെ വാരാഹിയെ ഈ പാതിരാ പഞ്ചമി എന്നുള്ള സങ്കല്പത്തിൽ വാരാഹിയുടെ പ്രതിഷ്ഠയും വാരാഹിയുടെ ഉപാസനയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പഞ്ചമി ചന്ദ്രനെ കുറിച്ച് ധാരാളം കവികൾ പാടിയിട്ടുണ്ടല്ലോ. അതെ. ഈ വാരാഹി കൽപ്പത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു നേരത്തെ. എന്താ ഈ വാരാഹി കൽപ്പം എന്ന് പറയുന്നത്? വാരാഹിയുടെ വിധി, വാരാഹിയുടെ പൂജാവിധി, ധ്യാനം, മന്ത്രം മുതലായ എല്ലാ കാര്യങ്ങളെയും കുറിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വാരാഹി കൽപ്പം. ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രാചീനമെന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥം വാരാഹി കൽപ്പമാണ്. നമ്മൾ ദേവി മഹാത്മ്യമാണല്ലോ വാരാഹി വരുന്ന ഒരു ലളിതോപാഖ്യാനമുണ്ട്. ഇതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്ന വാരാഹി ഒരേ വാരാഹിയാണോ? എന്തെങ്കിലും വൈജാത്യമോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം? ഇല്ല, ഒരേ വാരാഹി, ഒരേ രൂപത്തിലുള്ള ഒരേ വാരാഹി തന്നെയാണ് അല്ലേ? ഒരേ വാരാഹി തന്നെയാണ്.
അതിൽ ഈ വാർത്താളി സങ്കല്പം മാത്രമേ ഉള്ളൂ ചെറിയൊരു വേരിയേഷൻ. ഉം. ഇപ്പം ത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയാണ് ഉം. വരാഹിയെങ്കിൽ വരാഹിയുടെ സൈന്യാധിപയാണ് വാർത്താളി. വാർത്താളി വാരാഹി രണ്ടാണോ അപ്പോൾ? രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഭദ്രകാളിയും കാളിയും പോലുള്ള വ്യത്യാസമാണ്. ഓ. ഒന്നെന്ന് നമുക്ക് പറയാം, ആ. ചെറിയൊരു ഒരു 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 ചെറിയ മാറ്റം. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന മന്ത്രങ്ങൾ കൂടുതൽ വാർത്താളി ആണ്, മെൻഷൻ ആണ്. ചെയ്താണല്ലോ കാണുന്നത്. വാർത്താളിയെ തന്നെ വരാഹിയായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടും വരുന്നുണ്ട്. ഓ. അത് പോരായൊന്നുമില്ല, ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഉം. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാർത്താളി വരാഹി ഒന്ന് തന്നെയാണ്. വരാഹിയുടെ മന്ത്രം വാർത്താളിക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. വാർത്താളിയുടെ മന്ത്രം വരാഹിക്ക് ഉപയോഗിക്കാം.